ശക്തമായ മഴയെ തുടർന്ന് കൊല്ലം കല്ലടയാറ്റിൽ അകപ്പെട്ട് ഒഴുകിപ്പോയ വയോധിക തിരികെ ജീവിതത്തിലേക്ക് എത്തിയെന്നത് നാട്ടുകാർക്കിടയിൽ അമ്പരപ്പും അതിശയവുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു താഴത്തുകുളക്കട സ്വദേശി 61 വയസ്സുള്ള ശ്യാമളയമ്മ വീടിന് സമീപം കല്ലടയാറ്റിൽ വീണത്. 10 കിലോമീറ്ററിലധികം ഒഴുകിപ്പോയ ശ്യാമളയമ്മയെ നാട്ടുകാരാണ് രക്ഷിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവം. കല്ലടയാറ്റിൽ നിന്നും ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത്. വെള്ളത്തിൽ ഒഴുകി വന്നിരുന്ന ശ്യാമളയമ്മ എന്ന 61-കാരിക്ക് വള്ളിപ്പടർപ്പിൽ ശരീരം കുടുങ്ങിയതോടെയാണ് ബോധം ലഭിച്ചതും ഉച്ചത്തിൽ നിലവിളിച്ചതും. ഓടിയെത്തിയ നാട്ടുകാരായ സ്ത്രീകളാണ് ഇവരെ കണ്ടത്. 2 മണിയോളൊക്കെ ആയപ്പം ഞാനകത്ത് നിന്നപ്പോഴാ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ദീപ ചേച്ചി ഇതേപോലെ വിളിക്കുന്നത്, എന്തോ ആറ്റിലാരോ വീണ മോണക്ക് തോന്നുന്നു, നല്ലതായിട്ട് സൗണ്ട് കേൾക്കുന്നിട്ട് ഓടി വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും അങ്ങോട്ട് ചെന്നപ്പോൾ ചേച്ചി താഴെ നിൽക്കുക. പുള്ളിക്കാർ നല്ല ആരാന്ന് മനസ്സിലാകുന്നില്ല, നമുക്ക് നന്നായിട്ട് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ഒരു തേങ്ങയുടെ അത്രേ ഉള്ളൂ തല, എന്തോ ദൂരെ അങ്ങ് അക്കരെ നല്ല ദൂരത്ത് നല്ല ഡിസ്റ്റൻസ് ആയിട്ട് നിൽക്കുക. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി നന്നായിട്ട് ഇങ്ങോട്ട് റെസ്പോൺസ് ചെയ്യുന്ന അയ്യോ എന്ന് വിളിക്കുക. ചേച്ചി പറഞ്ഞ എന്തായാലും നമുക്ക് നിൽക്കാൻ, നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാന്ന്. ചേച്ചി എന്നെ അവിടെ നിർത്തിയിട്ട് മേളിൽ പോയി ഫയർഫോഴ്സിനെയും ആരൊക്കെ 100-ലൊക്കെ കിട്ടിയ നമ്പറിലൊക്കെ ഞങ്ങൾ അങ്ങ് വിളിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു വള്ളിപ്പടപ്പിൽ എവിടെയെങ്കിലും പിടിച്ച് നിൽക്കണേ, ഞങ്ങളിവിടെ ഉണ്ടേ എന്ന്, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അതിന് ചേട്ടന്മാരെല്ലാം വിളിച്ച് എന്തായാലും പുള്ളിക്കാർ ഇനി പകുതി എത്തിയപ്പോഴത്തേന് സൗണ്ട് കേൾക്കുന്നില്ല, എന്തോ ചുഴലിക്കകത്ത് ഇങ്ങനെ കിടന്ന് ചുരുണ്ടെന്നോണൊക്കെ എനിക്ക് തോന്നി നന്നായിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും സൗണ്ട് കേൾക്കുന്നു. അപ്പം ഇങ്ങോട്ട് നീങ്ങി സൈഡ് നമ്മുടെ ഈ കരയിലോട്ട് വന്ന് സൈഡ് നീങ്ങി വരും. അക്കരക്കരക്കരല്ലേ ഞങ്ങൾ വിളിച്ച് നന്നായിട്ട്, അക്കരക്കര ഓടിവായോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സൈഡിൽ കൂടെ പുള്ളിക്കാർ വന്ന് എന്തായാലും ഇവിടെ എവിടോ നിൽക്കും, നമുക്ക് അറിയുന്നില്ല ആരാ, പിന്നെ മനസ്സിലാകുന്നില്ല സ്ത്രീ ആണെന്നുള്ളത്. സൗണ്ട് കേട്ടിട്ട് ആണാണോ പെണ്ണാണോ ഒന്നും മനസ്സിലാകുന്നില്ല. എന്തോ ഈ സൈഡിൽ വന്ന് പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടന്മാരെല്ലാം വന്ന് ഞങ്ങളെല്ലാവരെയും വിളിച്ച് ഇപ്പോഴത്തേക്കിനും ഓഫീസർമാരെല്ലാം എത്തി. പിന്നെ പുള്ളിക്കാരി രക്ഷപ്പെട്ടു. അപ്പോഴറിഞ്ഞ സ്ത്രീയാണെന്നും പിന്നെ അടുത്ത സ്ഥലത്തെ ആണെന്നും നമുക്ക്. നിലയില്ലാ കയത്തിൽ നിന്നും ശ്യാമളയമ്മയെ രക്ഷിക്കുന്നത് ദുഷ്കരമായതിനാൽ നാട്ടുകാർ ഏറെ പണിപ്പെട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പുത്തൂർ പോലീസും കൊട്ടാരക്കരയിൽ നിന്നെത്തിയ ഒരു യൂണിറ്റ് ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു. ഉദ്യോഗസ്ഥര് വരുന്നതിന് മുമ്പായാലും നമുക്ക് ഈ ആളെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് മുമ്പേ എല്ലാം റെഡി ആക്കി, അത് തന്നെ പറയണം. ചെട്ടിയാരഴികത്ത് പാലം, ഞാങ്കടവ് പാലം, കുന്നത്തൂർ പാലം എന്നീ 3 പാലവും പിന്നിട്ടാണ് ശ്യാമളയമ്മ ഒഴുകിയെത്തിയത്. ശക്തമായ മഴയെ തുടർന്ന് കല്ലടയാറ്റിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അടിയൊഴുക്കും ശക്തമാണ്. കാൽ വഴുതി വയോധിക ആറ്റിൽ വീണെങ്കിലും വെള്ളത്തിൽ ഉയർന്നു പൊങ്ങി ഒഴുകിയെത്തിയതിനാലാണ് രക്ഷപ്പെടാൻ കാരണമായത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ശ്യാമളയമ്മ ജീവൻ തിരികെ ലഭിച്ച സന്തോഷത്തിലാണ്. സമകാലിക മലയാളം, കൊല്ലം.